വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്രാവശ്യം നമ്മൾ ഫുജൈറ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോവുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഫുജൈറ ഫോർട്ടും ഉണ്ട്. അപ്പം അത് രണ്ട് സ്ഥലത്തേക്കും ഇന്ന് നമ്മൾ പോവാണ് കേട്ടോ. അത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഇപ്പൊ ചൂടുകാലം തുടങ്ങിയോണ്ട് എല്ലാ മരത്തിലും ഡേറ്റ്സ് ഇങ്ങനെ പൂവിട്ട് തുടങ്ങി, അത് കായ്ച്ചു തുടങ്ങി. കുറച്ച് കാലം കൂടി ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുത്ത് തിന്നാൻ പറ്റുന്ന ഒരു രീതിയിലാവും, നന്നായി പഴുത്ത്. അപ്പൊ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാനത് ഡേറ്റ്സ് ആയതൊക്കെ. അങ്ങനെ നമ്മള് ഹെറിറ്റേജ് വില്ലേജിന്റെയും ഫോർട്ടിന്റെയും മുമ്പിലെത്തി. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഫുജൈറ ഫോർട്ട് ഗൈഡൻസ് ഓഫീസ് ഇവിടെ. ഞാൻ ചെന്ന നേരത്തെ അത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഞാൻ നേരെ കാണുന്ന റൈറ്റ് സൈഡിലായിരുന്നു. സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് ജസ്റ്റ് എൻട്രിയുടെ അവിടെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ലൈറ്റ് ആകുമ്പോൾ ഭയങ്കര ലൈറ്റ്സാണ്. നമുക്കത് കാണാൻ എന്തായാലും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇങ്ങനൊരു മരങ്ങളാണ് കേട്ടോ. ഇവിടെ കണ്ടോ എല്ലാം ഒരേപോലെ ഉള്ള ഹട്ടുകൾ. അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും നമുക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫോർട്ടിൻ്റെ ഇതല്ല, കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. അവിടെ എന്തോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു അറബി കേട്ടോ അവിടെ. നമ്മുടെ ഫോർട്ടിലെത്തി. ഇവിടെ ഒരു കുഞ്ഞി ചായ സെറ്റപ്പ് ഉണ്ട്, ചായക്കട സെറ്റപ്പ്. അങ്ങനെ നമ്മൾ ഫുജൈറ ഫോർട്ടിൻ്റെ മുമ്പിലെത്തിട്ടോ. ഇതാണ് ഫുജൈറ ഫോർട്ട്. UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഫുജൈറ എന്ന നഗരത്തിൽ ഉള്ളൊരു ഫോർട്ടാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. ഈ UAE ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ഫോർട്ട് ആണ് ഫുജൈറ ഫോർട്ട്. 20 മീറ്ററോളം ഉയരമുള്ള ഒരു പാർക്കറ്റിന് മുകളിലാണ് ഈ ഫുജൈറ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ വീടുകളും പള്ളികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ഈ കോട്ട. പാറകൾ, ചരല്, ചെളി, അങ്ങനെ പുല്ല്, പ്ലാസ്റ്ററുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളൊരു കോട്ടയാണിത്. ചരിത്രം പറയുന്നത് 1925-35 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് അടിമത്ത വിരുദ്ധ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ 3 ടവറുകൾ, ഇങ്ങനത്തെ 3 കോട്ടകൾ ഇവർ നശിപ്പിച്ചു. പിന്നീട് 1997-2000 ആ ഒരു കാലയളവിൽ അതേ നശിപ്പിച്ച കോട്ടയുടെ സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് പുനർനിർമ്മിച്ചു. അങ്ങനെയാണ് ഈ കോട്ട ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഫോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഒരു കുഞ്ഞി ഹട്ടിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഭാഗം.
ഫുജേറ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റീക്ക് ആൻഡ് ഹെറിറ്റേജ് അവരുടെ കീഴിൽ തന്നെയാണ് ഈ കോട്ട പുനർനിർമ്മിക്കുന്നത്. പ്രിസൺ ഇതായിരുന്നു അവരുടെ ജയില്. ഫുൾ ക്ലേ. ഞാൻ വേർത്താകെ അയ്യോ. UAE flag. എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി. ഞാൻ വിചാരിച്ചു ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹെറിറ്റേജ് വില്ലേജ് എന്ന്. അല്ലായിരുന്നു. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അപ്പുറമാണ് ഹെറിറ്റേജ് വില്ലേജ്. ഇതൊക്കെ ഫോർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. കുറേ വീടുകൾ. ഇതാണ് നമ്മുടെ വന്ന എൻട്രി. പിന്നെ പുറം ഭാഗം അടിപൊളിയല്ലേ. ഇവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറമാണ്. ഞാൻ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചു ഇവിടെ എവിടെയാണ് ഹെറിറ്റേജ് വില്ലേജ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു 6 കിലോമീറ്റർ അപ്പുറമാണ്, ഇത് ഫോർട്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തും എന്തൊക്കെയോ വിജൃംഭിച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടിയൊക്കെ ഒന്ന് പോയി നോക്കാം അവിടേക്ക് എന്താ സംഭവം എന്ന്. ഉള്ളൊരു ഗ്രാമം കൂടാണ് കേട്ടോ. വീടുകൾ കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കാം. അവരുടെ പക്ക ഒരു ട്രഡീഷണൽ വീട് കേട്ടോ ഇവിടെയൊക്കെ. എന്തായാലും ഇവിടെ ഫോർട്ട് മാത്രമാണ് ഉള്ളത്. ഹെറിറ്റേജ് വില്ലേജ് ഇവിടെ ഇല്ല. എന്തായാലും നമ്മൾ ഫോർട്ട് കണ്ടു. ഫുജൈറ ഫോർട്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അൽ ഷാർഖി ആളുടെ വീട് കൂട്ടിക്കെടുക്കുകയാണ് അവിടെ. ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇതായിരുന്നു കണ്ടതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ഇതാണ് ഫോർട്ട്. ഫോർട്ടിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് വൈകുന്നേരമായ നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. എന്തായാലും ലൈറ്റൊക്കെ ആയിട്ട് ഫുള്ള് ലൈറ്റ്സൊക്കെ കണ്ടിട്ട് വരാം. ചായക്കടയല്ല, ഗിഫ്റ്റ് ഷോപ്പ് മാത്രമാണ്. ചായക്കടയില്ല ഇവിടെ. ഇതിന് പുറത്ത് കിടക്കണ ഒരു ചായക്കട ഉണ്ടാവണമെങ്കിൽ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ലൈറ്റ് വരുമ്പോൾ അടിപൊളിയായിരിക്കട്ടോ രാത്രി. ഒന്നുമില്ല ഇവിടെ. വെറുതെ ഈ ഒരു ടെൻറ്റ് മാത്രമാണ് ഉള്ളത്. ഇതാണ് ഫുൾ ഫുജൈറ ഫോർട്ട്. ദുബായ് പോലെ അത്ര വിജൃംഭിച്ചൊരു സ്ഥലമല്ല കേട്ടോ ഫുജൈറ. അതിപ്പോൾ ഈ ബിൽഡിങ്സ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ.
ദുബായിൽ ഇങ്ങനെ അട്ടി എടുക്കണത് ബിൽഡിങ്സ്, ഇവിടത്തെ പോലെയല്ല. നമ്മുടെ മാക്സിലേക്ക് നടന്ന സ്ട്രീറ്റ്. കുറച്ച് നേരം കൂടി ഉണ്ട് സൺസെറ്റ് ആവാൻ. പക്ഷെ അവിടെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഇവിടെ നിന്ന് ഫുൾ സൈറ്റാണ് നമ്മുടെ ഫോർട്ടിൻ്റെ. ഇവിടെ നിന്ന് കറക്റ്റ് ഫുജേറ ഫോർട്ട് ഫുൾ കിട്ടും. അതെടുക്കാൻ ഇവിടെ ഫുള്ള് ഈ മരങ്ങളാണ് കേട്ടോ, ഫുള്ള് ഈ മരങ്ങളാണ്. നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ ആ സ്ലൈഡിൽ നിന്ന് ഇറങ്ങി. എന്തായാലും ലൈറ്റ്സ് ഇട്ട് തുടങ്ങിയിട്ട് ഇച്ചിരി ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ ആ ലൈറ്റ്സിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. സൺസെറ്റായി. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ജസ്റ്റ് റെസ്റ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടേക്ക് ലൈറ്റ്സ് വരും. ഇതിങ്ങനെ കാണുന്നെ വേണം കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാം. കുറച്ചുകൂടി ഇരുളട്ടെ. അങ്ങനെ നമ്മൾ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയായി. ഇറ്റ്സ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. അല്ലെങ്കിലും എനിക്ക് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ലൈറ്റ്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. നല്ല രസമാണ്. Okay then. Bye. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. വലിയൊരു കവാടത്തുനിന്ന്. കവാടം അടിപൊളിയാണ് കേട്ടോ. അതെനിക്ക്